ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന ചാപ്റ്ററിലെ കറണ്ട് ഡെൻസിറ്റി, കണ്ടക്റ്റൻസ്, പിന്നെ കണ്ടക്ടിവിറ്റി, ഈ ടേമുകളും അതുപോലെ വെക്ടർ ഫോം ഓഫ് ഓംസ് ലോയുമാണ്. കറണ്ട് ഫ്ലോയിങ് ത്രൂ യൂണിറ്റ് ഏരിയ ഈസ് കോൾഡ് കറണ്ട് ഡെൻസിറ്റി. അപ്പോൾ നമ്മൾ ആ യൂണിറ്റ് ഏരിയ കൺസിഡർ ചെയ്യേണ്ടത് ടേക്കൺ നോർമൽ ടു ദി കറണ്ട് ഫ്ലോ ആയിരിക്കണം. എന്ന് വെച്ചാൽ ഒരു കണ്ടക്ടറിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യാമെന്ന് വിചാരിക്കുക. കണ്ടക്ടറിൻ്റെ ഷേപ്പ് നമുക്ക് ഒരു സിലിണ്ടറിക്കലായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇതിലൂടെ കറണ്ട് ഫ്ലോ ഉണ്ടെന്ന് വിചാരിക്കുക. കറണ്ട് ഫ്ലോ ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. ഐ കറണ്ട് ഫ്ലോ ചെയ്യാണ്. അപ്പോൾ ഇവിടെ ഞാനൊരു ഏരിയ കൺസിഡർ ചെയ്യുന്നു. ഈ കറണ്ട് ഫ്ലോ എങ്ങനെയാണോ അതിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഞാൻ ഈ ഏരിയ എടുത്തിരിക്കുന്നത്. ഞാനിപ്പോൾ ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഏരിയ ഒരു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണ്. അപ്പോൾ അതിൻ്റെ നോർമലായിട്ട് നമ്മളൊരു ഏരിയ വെക്ടർ വരച്ചു കഴിഞ്ഞാൽ അത് ഇങ്ങനെയായിരിക്കും. അപ്പോൾ ഇതിനെ നമുക്ക് നോർമൽ ഏരിയ അല്ലെങ്കിൽ ഏരിയ വെക്ടർ എന്ന് പറഞ്ഞാൽ തന്നെ ഔട്ട്വേർഡ് നോർമൽ ഡ്രോൺ ഓൺ ദ സർഫസ് എന്നാണ്. കറണ്ട് ഡെൻസിറ്റി ഈസ് ഡിനോട്ടഡ് ബൈ സ്മോൾ ലെറ്റർ ജെ. അപ്പോൾ നമുക്ക് നേരത്തെ നമ്മൾ കൺസിഡർ ചെയ്ത ഡയഗ്രത്തിൽ നിന്നും മാത്തമാറ്റിക്കലി എഴുതി വെക്കാം. ജെ ഇസ് ഈക്വൽ ടു, അതായത് കറണ്ട് ഡെൻസിറ്റി ജെ ഇസ് ഈക്വൽ ടു കറണ്ട് പെർ യൂണിറ്റ് ഏരിയ ടേക്കൺ നോർമൽ ടു ദ കറണ്ട് ഫ്ലോ. അപ്പോൾ ഇവിടെ ഈ എൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ്, അതായത് കറണ്ട് ഫ്ലോയ്ക്ക് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഏരിയ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ എങ്ങാനും നിങ്ങളുടെ ഡൗട്ട് ഉണ്ടാവും, എങ്ങാനും നമ്മളെടുത്ത ഏരിയ പെർപെൻഡിക്കുലർ അല്ലെന്ന് കരുത്, ഇങ്ങനെ ചരിഞ്ഞിട്ടുള്ള ഒരു ഏരിയ ആണ് നമ്മൾ എടുത്തതെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ഏരിയ വെക്ടർ നമുക്ക് ഇങ്ങനെയല്ലേ കിട്ടുക, ഇതായിരിക്കുമല്ലോ ഏരിയ വെക്ടർ. അപ്പം നോർമൽ ആയിട്ടുള്ള ഫ്ലോയുമായിട്ട് ഒരു ആംഗിൾ ഉണ്ടാവും, അതിന് നമുക്ക് തീറ്റ എന്ന് വിളിക്കാം. അപ്പോൾ ഈ കമ്പണൻ്റ് എന്തായിരിക്കും? എ കോസ് തീറ്റ ആയിരിക്കും അല്ലേ. എയുടെ പെർപെൻഡിക്കുലർ ഡയറക്ഷനിലുള്ള അല്ലെങ്കിൽ കറണ്ട് ഫ്ലോൻ്റെ അതേ ഡയറക്ഷനിലുള്ള കമ്പണൻ്റ് എ കോസ് തീറ്റ ആയിരിക്കും. അപ്പോൾ നമുക്ക് എഴുതി വെക്കാം ജെ ഇസ് ഈക്വൽ ടു ഐ ബൈ എ എൻ, അതെങ്കിൽ നോർമൽ ആയിട്ടുള്ള കമ്പണൻ്റ് ഇവിടെ എ കോസ് തീറ്റയാണ്, ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ഐ ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? ജെ ഇൻറ്റു എ കോസ് തീറ്റ എന്നായിരിക്കില്ലേ? അപ്പോൾ നമുക്കിത് വെക്ടർ ഫോമിൽ എഴുതാം. ഐ ഇസ് ഈക്വൽ ടു ജെ വെക്ടർ ഡോട്ട് എ വെക്ടർ. ഇതിനകത്തുനിന്ന് തന്നെ ഒരു കാര്യവും കൂടി വ്യക്തമായിരിക്കുകയാണ്. രണ്ട് വെക്ടറിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റ് എടുത്താൽ കിട്ടുന്ന കറണ്ട് ഒരു സ്കേലർ ക്വാണ്ടിറ്റിയാണ്, അല്ലെങ്കിൽ ഡോട്ട് പ്രൊഡക്റ്റ് ആണ് ഈ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ കറണ്ട് ഒരു സ്കേലാർ ക്വാണ്ടിറ്റി ആണെന്ന് ഒന്നും കൂടെ ഉറപ്പിക്കാൻ പറ്റുന്നു. അതേപോലെ വേറൊരു കാര്യം കൂടി, എന്താണത്? കറണ്ട് ഡെൻസിറ്റി ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റി. എഴുതി വെച്ചോളൂ. അപ്പോൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് നമുക്ക് ഈ ഇക്വേഷൻ എന്നാണ് കിട്ടുക. ജെ ഇസ് ഈക്വൽ ടു ഐ ബൈ എ. കറണ്ട് ഡെൻസിറ്റിയുമായിട്ട് റിലേറ്റ് ചെയ്ത നെക്സ്റ്റ് പോയിന്റ് ആണ് വാട്ട് ഈസ് ദ എസ് ഐ യൂണിറ്റ് ഓഫ് കറണ്ട് ഡെൻസിറ്റി. അപ്പോൾ എഴുതി വെച്ചോളൂ. എസ് ഐ യൂണിറ്റ് ഓഫ് കറണ്ട് ഡെൻസിറ്റി ഈസ്, കറണ്ടിൻ്റെ എസ് ഐ യൂണിറ്റ് ആംബിയർ ആണ്, ഡിവൈഡഡ് ബൈ ഏരിയൻ്റെത് മീറ്റർ സ്ക്വയർ ആണ്. അപ്പം എ ബൈ എം സ്ക്വയർ അല്ലെങ്കിൽ എ എം റേസ് ടു -2. അതേപോലെ അടുത്ത പോയിന്റ്, ഡയമെൻഷൻസ് ഓഫ് കറണ്ട് ഡെൻസിറ്റി എന്തായിരിക്കും? ഡയമെൻഷൻസ് ഓഫ് കറണ്ട് ഡെൻസിറ്റി കാണണമെങ്കിൽ നമ്മൾ ആദ്യം കറണ്ട് പെർ യൂണിറ്റ് ഏരിയ ആണല്ലോ. അപ്പോൾ കറണ്ടിൻ്റെ ഡയമെൻഷനായ എ അല്ലെങ്കിൽ ഐ, ക്യാപിറ്റൽ എയോ അല്ലെങ്കിൽ ക്യാപിറ്റൽ ഐയോ ഏതും എടുക്കാം. ഏരിയയുടെ ഡയമെൻഷൻസ് എന്താണ്? എൽ സ്ക്വയർ ആണ്. അപ്പോൾ നമുക്ക് കറണ്ട് ഡെൻസിറ്റിയുടെ ഡയമെൻഷൻസ് എഴുതാം എ എൽ റേസ് ടു -2. കാരണം ഈ എൽ സ്ക്വയർ മേലോട്ട് പോയി കഴിഞ്ഞാൽ എൽ റേസ് ടു -2 ആവും. അപ്പോൾ ഇവിടെ ചില കുട്ടികൾക്കെങ്കിലും ഡൗട്ട് ഉണ്ടാവാം, ഇവിടെ ഏരിയ എ മുകളിലും വന്നു ഡയമെൻഷൻസിലും വന്നു. എന്നാൽ കേട്ടോളൂ, ഇവിടെ ഈ എ എന്താണ്? എസ് ഐ യൂണിറ്റിലെ ഈ എ ആംബെയർ, അതായത് കറണ്ടിൻ്റെ എസ് ഐ യൂണിറ്റ് ആണ്. എന്നാൽ ഇത് കറണ്ടിൻ്റെ ഡയമെൻഷൻസ് എന്നുള്ള രീതിയിലാണ് ഈ എ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് കറണ്ട് ഡെൻസിറ്റിയെ കുറിച്ച് പറയാനുള്ളത്. അടുത്ത ടേമാണ് കണ്ടക്റ്റൻസ്. സാധാരണ നമ്മൾ
സി എന്ന ലെറ്റർ കൊണ്ടോ അല്ലെങ്കിൽ ക്യാപിറ്റൽ ജി എന്ന ലെറ്റർ കൊണ്ടൊക്കെയാണ് ഇത് സൂചിപ്പിക്കുക. കണ്ടക്ടൻസ് എന്ന് വെച്ചാൽ ഒന്നുമില്ല, ദ റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ ഈസ് കോൾഡ് ഇറ്റ്സ് കണ്ടക്ടൻസ്. അപ്പോൾ ഒരു കണ്ടക്ടറിലൂടെ എത്ര ഈസിയായി കറണ്ട് ഫ്ലോ നടക്കും, അല്ലെങ്കിൽ അതിനകത്തുള്ള ചാർജ് എത്ര ഈസി ആയിട്ട് ഫ്ലോ ചെയ്യുന്നു എന്ന അളവിനെയാണ് നമ്മൾ കണ്ടക്ടൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മാത്തമാറ്റിക്കലി നമുക്ക് എഴുതി വെക്കാം, കണ്ടക്ടൻസ് സി ഈസ് ഈക്വൽ ടു 1/R, അല്ലെങ്കിൽ റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ ഇവിടെ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്, റെസിസ്റ്റൻസ് എത്ര കുറയുന്നോ അത്രയും ഈസിയായി ചാർജിന് ഫ്ലോ ചെയ്യാൻ കഴിയും. അപ്പോൾ കണ്ടക്ടൻസ് കൂടുതലായിരിക്കും. നേരെ തിരിച്ച് റെസിസ്റ്റൻസ് എത്ര കൂടുന്നോ അത്രയും ആ ഒരു കണ്ടക്ടറിലൂടെയുള്ള ചാർജിൻ്റെ ഫ്ലോ കുറവായിരിക്കും. അപ്പം കണ്ടക്ടൻസും കുറവായിരിക്കും. ഈ കാര്യം ഓർത്ത് വെക്കുക. അതേപോലെ SI യൂണിറ്റ് എഴുതി വെക്കുക. കണ്ടക്ടൻസിൻ്റെ SI യൂണിറ്റ് എന്തായിരിക്കും? SI യൂണിറ്റ് ഓഫ് കണ്ടക്ടൻസ് നോക്കൂ, 1/R ആണ് അല്ലേ. അപ്പോൾ 1/Ohm അല്ലെങ്കിൽ Ohm⁻⁻1. ഇതിനെ നമ്മൾ ഇങ്ങനെയും എഴുതും, അല്ലെങ്കിൽ മോ എന്നും എഴുതാറുണ്ട്. ഓമിനെ തിരിച്ച് വായിച്ചാൽ മോ. അപ്പം ഇങ്ങനെ എഴുതാം, Ohm⁻⁻1 എഴുതാം, അല്ലെങ്കിൽ ഓം തിരിച്ചിട്ടുള്ള എഴുതാം, മോ എന്നും എഴുതാം, എങ്ങനെയും എഴുതാം. അടുത്ത ടേമാണ് കണ്ടക്ടിവിറ്റി. സാധാരണ നമ്മൾ കണ്ടക്ടിവിറ്റി സിഗ്മ എന്ന ലെറ്റർ കൊണ്ടാണ് സൂചിപ്പിക്കാറ്. അപ്പോൾ പല കുട്ടികളും ആലോചിക്കുന്നത് സിഗ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ചാപ്റ്ററിൽ അത് സർഫസ് ചാർജ് ഡെൻസിറ്റി ആയിരുന്നില്ലേ എന്നാണ്. അപ്പോൾ ഇത് സിറ്റുവേഷൻ അനുസരിച്ച് ഒരു നൊട്ടേഷൻ കൊടുത്തു എന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഈ ഒരു ചാപ്റ്ററിൽ കണ്ടക്ടിവിറ്റിയെയാണ് നമ്മൾ സിഗ്മ കൊണ്ട് ഡിനോട്ട് ചെയ്യുക. എന്താണ് കണ്ടക്ടിവിറ്റി? ദ റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റിവിറ്റി ഓഫ് എ കണ്ടക്ടർ ഈസ് കോൾഡ് ഇറ്റ്സ് കണ്ടക്ടിവിറ്റി. അപ്പോൾ ഒരു മെറ്റീരിയലിലൂടെ അല്ലെങ്കിൽ ഒരു കണ്ടക്ടറിലൂടെ കറണ്ട് ഫ്ലോ ഉണ്ടെങ്കിൽ ആ മെറ്റീരിയലിൻ്റെ റെസിസ്റ്റിവിറ്റിയുടെ റെസിപ്രോക്കൽ അല്ലെങ്കിൽ വ്യുൽക്രമം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സിഗ്മ വിച്ച് ഇസ് ഈക്വൽ ടു 1/ρ ആണ്. അപ്പോൾ എന്താണ് ഇവിടുത്തെ പ്രത്യേകത? റെസിസ്റ്റിവിറ്റി കൂടിയാൽ കണ്ടക്ടിവിറ്റി കുറവായിരിക്കും. ഇനി റെസിസ്റ്റിവിറ്റി കുറഞ്ഞാൽ കണ്ടക്ടിവിറ്റി കൂടുതലായിരിക്കും എന്ന് റെസിപ്രോക്കൽ ആയിട്ടാണ് ഇതിൻ്റെ കണക്ഷൻ എന്ന് ഓർത്തു വെക്കുക. നേരത്തെ പറഞ്ഞ പോലെ SI യൂണിറ്റ് ഓഫ് കണ്ടക്ടിവിറ്റി എന്തായിരിക്കും എന്ന് പറയാമോ? SI യൂണിറ്റ് റോയുടെ റെസിപ്രോക്കലാണ് അല്ലേ. അപ്പോൾ റോ എന്ന് വെച്ചാൽ റെസിസ്റ്റിവിറ്റിയാണ്. അപ്പോൾ 1/Ohm മീറ്റർ. റെസിസ്റ്റിവിറ്റിയുടെ SI യൂണിറ്റ് ഓം മീറ്റർ ആണ്. അപ്പോൾ 1/Ohm മീറ്റർ എന്ന് എഴുതാം, അല്ലെങ്കിൽ Ohm⁻⁻1 മീറ്റർ⁻⁻1 എന്ന് എഴുതാം, അല്ലെങ്കിൽ ഓം തിരിച്ചിട്ടിട്ടുള്ളത് മീറ്റർ⁻⁻1 എന്ന് എഴുതാം, അതുമല്ലെങ്കിൽ മോ മീറ്റർ ഇൻവേഴ്സ് എന്നും എഴുതാം. ഇതിലേത് എഴുതിയാലും അത് ശരിയാണ്. അപ്പം 3 ടേമുകളെ കുറിച്ച് നമ്മൾ പഠിച്ചു. ഒന്ന് കറണ്ട് ഡെൻസിറ്റി, മറ്റൊന്ന് കണ്ടക്ടൻസ്, പിന്നെ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത് കണ്ടക്ടിവിറ്റി. ഇനി വെക്ടർ ഫോം ഓഫ് ഓംസ് ലോ ആണ് നമ്മൾ കാണാൻ പോകുന്നത്. ഒരു കണ്ടക്ടർ അല്ലേ, കണ്ടക്ടറിൻ്റെ ഷേപ്പ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു സിലിണ്ട്രിക്കൽ ഷേപ്പാണ് അധികവും കണ്ടക്ടേഴ്സ് ഉണ്ടാവുക. അതിലൂടെ ഒരു കറണ്ട് ഫ്ലോ ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം, നമ്മൾ അതിൻ്റെ 2 എൻഡിൽ ഒരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്തിട്ടാണ് ഇത് നമുക്ക് ഈ ഒരു ചാർജിൻ്റെ ഫ്ലോ ഉണ്ടാക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഈ കണ്ടക്ടറിൻ്റെ ലെങ്ത്ത് L ആണെന്ന് കരുതുക. നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട് ദ റിലേഷൻ ബിറ്റ്വീൻ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് പൊട്ടൻഷ്യൽ അല്ലേ. അത് -dV/dx എന്നായിരുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് E ഇസ് ഈക്വൽ ടു, നമുക്ക് മാഗ്നിറ്റ്യൂഡ് എടുക്കാം. ഇലക്ട്രിക് ഫീൽഡിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഈ 2 എൻഡുകൾക്കിടയിൽ, അത് ഈ കണ്ടക്ടറിൻ്റെ 2 എൻഡുകൾക്കിടയിലുള്ള ഇലക്ട്രിക് ഫീൽഡിൻ്റെ മാഗ്നിറ്റ്യൂഡ് V. dV എന്ന് വെച്ചാൽ ചെറിയ പൊട്ടൻഷ്യൽ ഫോർ ചെറിയ ലെങ്ത് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഫുൾ ലെങ്ത് എടുക്കാം. അപ്പോൾ ഫുൾ പൊട്ടൻഷ്യൽ V/L എന്ന് കൊടുക്കാം. അപ്പോൾ വെക്ടർ ഫോം ഓഫ് ഓംസ് ലോ നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, എഴുതി വെച്ചോളൂ, ഇഫ് E ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ഇൻ ദി കണ്ടക്ടർ ഹൂസ് ലെങ്ത് ഇസ് L, then potential difference V across its end is
എഴുതി വെച്ചോളൂ. വി ഈസ് ഈക്വൽ ടു ഇ എൽ എന്നായിരിക്കും. എന്താ കാരണം? തൊട്ടു മുമ്പേ നമ്മൾ പറഞ്ഞ ഈ കാര്യം ഓർത്താൽ മതി. വി ഈസ് ഈക്വൽ ടു എല്ലിനെ ഇങ്ങോട്ട് കൊണ്ടുപോയാൽ വി ഈസ് ഈക്വൽ ടു ഇ എൽ എന്നാണ് കിട്ടുക. അപ്പോൾ ഇത് നമുക്ക് ഇക്വേഷൻ നമ്പർ 1 വിളിക്കുന്നു. ഇനി ബൈ ഓംസ് ലോ നമുക്കറിയാം വി ഈസ് ഈക്വൽ ടു ഐ ആർ അല്ലേ? അപ്പോൾ വി ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചു. സബ്സ്റ്റിറ്റ്യൂട്ടിങ് വാല്യൂ ഓഫ് വി ഫ്രം 1 നമുക്ക് എന്ത് കിട്ടും? ഇ ഇൻറ്റു എൽ ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു ആർ എന്ന് കിട്ടും അല്ലേ? പക്ഷേ ഈ ആറിനെ ഞാനൊന്ന് മാറ്റി എഴുതാൻ പോവാണ്. നമുക്കറിയാം ആർ ഈസ് ഈക്വൽ ടു റോ എൽ ബൈ എ ആണ്. അപ്പോൾ നമുക്ക് ഈയുടെ ആറിന് പകരം റോ എൽ ബൈ എ എന്ന് കൊടുത്തൂടെ? തീർച്ചയായും എല്ലും ക്യാൻസൽ ആവും. ബാക്കിയുള്ള ഇക്വേഷൻ എന്തായിരിക്കും? ഇ ഈസ് ഈക്വൽ ടു ഐ റോ ബൈ എ എന്നായിരിക്കും. ശരിയല്ലേ? അപ്പോൾ ഇവിടുന്ന് പലർക്കും ഒരു ഡൗട്ടും കൂടി വന്നേക്കാം. എന്താണ് ഐ ബൈ എ? നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ചു, അല്ലെങ്കിൽ ഈ വീഡിയോയിലെ ആദ്യം തന്നെ നമ്മൾ പഠിച്ചു. ഐ ബൈ എ എന്നാൽ എന്താണ്? കറണ്ട് ഡെൻസിറ്റി ജെ ആണ്. അപ്പോൾ റോ എന്ന് എഴുതി. അപ്പോൾ ഈ ഇക്വേഷൻ എനിക്ക് ജെ ഇസ് ഈക്വൽ ടു, ഈ റോ അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്ത് സംഭവിക്കും? ബൈ റോ ആവും അല്ലേ? അപ്പോൾ ഇ ബൈ റോ എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ജെ ഇസ് ഈക്വൽ ടു ഇ ഇൻറ്റു 1 ബൈ റോ അല്ലേ ഇത്? എന്താണ് 1 ബൈ റോ? നമ്മൾ തൊട്ടുമ്പോൾ പഠിച്ചു 1 ബൈ റോ എന്നാൽ റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റിവിറ്റിയാണ്, അത് കണ്ടക്ടിവിറ്റിയാണ് അല്ലേ? അപ്പോൾ ഈ ഇക്വേഷനെ നമുക്ക് എഴുതാം ജെ ഇസ് ഈക്വൽ ടു ഇ ഇൻറ്റു സിഗ്മ അല്ലെങ്കിൽ സിഗ്മ ഇൻറ്റു ഇ എന്ന് എഴുതാം. ഇവിടെ നോക്കൂ, ജെയും വെക്ടറാണ്, ഇയും വെക്ടറാണ്. അപ്പോൾ നമുക്ക് ജെ വെക്ടർ ഇസ് ഈക്വൽ ടു സിഗ്മ ഇൻറ്റു ഇ വെക്ടർ എന്ന് എഴുതാം. എന്താണ് ഈ ഇക്വേഷൻ്റെ പ്രത്യേകത എന്നറിയാമോ നിങ്ങൾക്ക്? ഇതാണ് വെക്ടർ ഫോം ഓഫ് ഓംസ് ലോ. എഴുതി വെച്ചോളൂ. ദിസ് ഈസ് ദ വെക്ടർ ഫോം ഓഫ് ഓംസ് ലോ. ഇത് എക്സാമിനൊക്കെ മാച്ച് ദ ഫോളോയിങ്ങോ അല്ലെങ്കിൽ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഒക്കെ ആയിട്ട് ചോദിക്കും. എൻട്രൻസിനും ഇമ്പോർട്ടൻ്റ് ആണ്. ജെ വെക്ടർ ഇസ് ഈക്വൽ ടു സിഗ്മ ഇൻറ്റു ഇ വെക്ടർ. ദിസ് ഈസ് ദ വെക്ടർ ഫോം ഓഫ് ഓംസ് ലോ.